ഹായ് പ്രിയപ്പെട്ടവരെ, എന്നും ഞാൻ രാവിലെ എൻ്റെ സ്ഥാപനത്തിലേക്ക് യാത്ര ചെയ്യുന്ന വഴിവക്കിലൂടെ പോകുമ്പോൾ എന്നും ഒരു നിത്യവും ഒരു അമ്മ, നമ്മുടെ ഒരു അമ്മ എന്നും ഈ പൂക്കൾ പറിക്കുന്ന ഒരു രംഗം കാണാറുണ്ട്. ഈ വഴിവക്കിലെല്ലാം നിൽക്കുന്ന പൂക്കളുള്ള ചെടികളിൽ നിന്നും ധാരാളം പൂക്കൾ പറിക്കുന്നത് കാണാം. എന്താണ് അമ്മയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണെന്ന് നമുക്കൊന്ന് അറിയാം. ഹായ് അമ്മേ, നമസ്കാരം. അമ്മ അമ്മ എന്നും ഇങ്ങനെ ഈ പൂക്കളൊക്കെ പറിക്കുന്നത് എന്തിനാണ്? ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ. ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കൊടുക്കാൻ. ആണോ? അമ്മയുടെ പേരെങ്ങനാ? ശങ്കരിയമ്മ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 78 വയസ്സുണ്ട്. 78 വയസ്സുള്ള ശങ്കരിയമ്മ എന്നും ഒരു കർമ്മം പോലെ നിത്യവും രാവിലെ ഈ പൂക്കൾ പറിച്ച് അമ്പലത്തിൽ കൊടുക്കുന്നു. എന്താണ് അമ്മ അതിൻ്റെ ഒരു 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 നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു? ഭഗവാന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം, ഒരു ചൈതന്യം നമുക്ക് കിട്ടും. നമ്മൾ ദിവസം പോകുന്നുണ്ട്, നമുക്ക് ഭഗവാനെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടാണ് കർപ്പൂര സമ്പ്രദായം, പൈസയ്ക്ക് മാർഗമുണ്ട്. പക്ഷേ ഭഗവാന് വേണ്ടത് പുഷ്പമാണ്. ഭഗവാന് പ്രാധാന്യം പുഷ്പം. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചൈതന്യം വെച്ചിട്ട് നമുക്ക് ഭഗവാനെ കിട്ടും. നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ ഒരാവശ്യം. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു? എനിക്ക് തന്നെ ഓർമ്മയില്ല. മുൻജന്മ സുഹൃതം എന്നതുപോലെ ഓർമ്മയില്ല. നമ്മളങ്ങ് എന്നും നിത്യവും അങ്ങ് ചെയ്യുകയാണ്. ഞാൻ ഒരാശാട്ടിനെയാണ് കുഞ്ഞുങ്ങളെ നേരത്തെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാൻ പോയിട്ട് വരുന്ന വഴി പറിച്ച് ഇങ്ങനെ പോരുമായിരുന്നു. കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. ആശാട്ടിയായിരുന്നു. എത്ര വർഷം ആശാട്ടിയായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു? ഇപ്പോൾ പഠിപ്പിക്കുന്ന 19 വർഷത്തിൽ കൂടുതലായി. അത് ശരി. എൻ്റെ പിന്നെ ഗ്രാൻഡ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഇതാണ് ഇവിടുത്തേക്കും അവിടുത്തേക്കും ഇവിടെ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം. അമ്മയ്ക്ക് പിന്നെ മക്കളും ഭർത്താവൊക്കെ അതാ കുടുംബം എങ്ങനെയാ? കുടുംബം ഭർത്താവ് മരിച്ചുപോയി. ഇപ്പം മൂത്തവനും മരിച്ചുപോയി. പിന്നെ കൊച്ചുമോന് ഇവിടെ കുമരിയ ക്ഷേത്രത്തിൽ ജോലി. കുഞ്ഞു പിള്ളേർ 2 പഠിക്കുന്നു. മറ്റൊരു പിള്ളേരൊക്കെ പഠിക്കുന്നു. ആ, ഒന്ന് കറങ്ങി. എന്നും ഈ ശങ്കരിയമ്മ ദൈവസന്നിധിയിലേക്ക് ധാരാളം പൂക്കൾ എത്തിക്കുന്നു. ആ അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു മനസ്സിന് സന്തോഷവും കുളിർമയും ഉണ്ടാകുന്നു. 78 വയസ്സുള്ള ശങ്കരിയമ്മയാണ് നമ്മൾ നിത്യവും കാണുകയാണ്. അങ്ങനെ ഒരു കൗതുകം തോന്നിയാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.